ഒരു സിനിമയ്ക്ക് 100 മുതൽ 150 കോടി വരെ പ്രതിഫലം വാങ്ങുന്ന താരം. ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകർ. ബോളിവുഡിൽ ബിസിനസ് സാമ്രാജ്യത്തിൽ 2900 കോടി രൂപ ആസ്തിയുള്ള അതികേയൻ. എന്നിട്ടും 60-ാം വയസ്സിലും തനിക്ക് ചേരുന്ന ഒരു പങ്കാളിയെ കണ്ടെത്താതെ അവിവാഹിതനായി തുടരുകയാണ് സൽമാൻ ഖാൻ. തിരക്കഥാകൃത്ത് സലിം ഖാന്റെയും ആദ്യ ഭാര്യ സുശീല ചാരക്കിന്റെയും മൂത്ത മകനാണ് സൽമാൻ ഖാൻ. 1965 ഡിസംബർ 27-ന് മുസ്ലിം പിതാവിനും ഹിന്ദു അമ്മയ്ക്കും ജനിച്ച സൽമാൻ ഖാൻ 2 വിശ്വാസങ്ങളിലും വളർന്നു. 3 പതിറ്റാണ്ടുകളിലേറെ നീണ്ട തന്റെ കരിയറിൽ ചലച്ചിത്ര നിർമ്മാതാവ് എന്ന നിലയിൽ 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഒരു നടൻ എന്ന നിലയിൽ 2 ഫിലിം ഫെയർ അവാർഡുകളും താരം സ്വന്തമാക്കി. 1989 ബീവി ഫോട്ടോ എസി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ എത്തിയ സൽമാൻ ഖാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൽമാൻ ഖാന്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തരംഗമാണ് സൃഷ്ടിക്കുന്നത്. നൃത്തം ചെയ്യാൻ അറിയില്ലെന്ന വിമർശനങ്ങൾക്ക് തന്റെ സിനിമകളുടെ 300 കോടി ക്ലബ് എൻട്രികൾ കൊണ്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്. സൽമാൻ ഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ ബജരംഗി ഭായിജാൻ മാത്രം 900 കോടി രൂപയാണ് ആഗോള തലത്തിൽ വാരിക്കൂട്ടിയത്. AR മുരുകദാസ് സംവിധാനം ചെയ്ത സിക്കന്ദർ ആണ് താരത്തിന്റെ ഒടുവിൽ ഇറങ്ങിയ ചിത്രം. ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല. സൽമാൻ ഖാന്റെ ആസ്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആഡംബര കൊട്ടാരമാണ് ഏവരും പ്രതീക്ഷിക്കുക. എന്നാൽ മുംബൈയിലെ ബന്ദ്രയിലുള്ള ഗാലക്സി അപ്പാർട്ട്മെന്റിലെ ഒരു ചെറിയ ഫ്ളാറ്റിലാണ് അദ്ദേഹം ഇന്നും കഴിയുന്നത്. തന്റെ മാതാപിതാക്കളോടൊപ്പം താഴത്തെ നിലയിലെ ഒറ്റ കിടപ്പുമുറിയിലാണ് താരം താമസിക്കുന്നത്. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ഇവിടത്തെ ബാൽക്കണി ബുള്ളറ്റ് പ്രൂഫ് സംവിധാനത്തോടെ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. കാൻവേലിൽ 150 ഏക്കറിലധികം പരന്നുകിടക്കുന്ന അർപ്പിത ഹോംസ് സൽമാൻ ഖാന്റെ പ്രിയപ്പെട്ട ഇടമാണ്. അവിടെ അദ്ദേഹം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷിയും ചെയ്യുന്നു. ഒഴിവ് സമയങ്ങളിൽ പാടത്ത് ട്രാക്ടർ ഓടിക്കാനും ചെടികൾ നടുവാനും സൽമാൻ ഖാൻ സമയം കണ്ടെത്താറുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് താരം അവിടെ താമസിച്ചുകൊണ്ട് നടത്തിയ കാർഷിക ജോലികൾ വലിയ വാർത്തയായിരുന്നു. 60-ാം വയസ്സിലും സൽമാൻ ഖാൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നത് ഇന്നും ബോളിവുഡിലെ നിഗൂഢതയാണ്. 90കളിൽ നടി സംഗീത വിജിലാനിയുമായി അദ്ദേഹം പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് ക്ഷണക്കത്തുകൾ വരെ അച്ചടിച്ച ശേഷം ആ വിവാഹം വേണ്ടെന്നു വെക്കുകയായിരുന്നു. പിന്നീട് ഐശ്വര്യ റായിയുമായുള്ള പ്രണയവും അതിന്റെ തകർച്ചയും വലിയ മാധ്യമ ശ്രദ്ധ നേടി. കത്രീന കൈഫ്, യൂലിയ ബന്ദോർ എന്നിവരുമായി സൽമാൻ ഖാന്റെ പേര് ചേർത്ത് പറയപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ഇന്നും മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആയി തുടരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തനിക്കിത് താങ്ങാൻ കഴിയില്ലെന്ന തമാശ കലർന്ന മറുപടിയാണ് സൽമാൻ ഖാൻ നൽകാറുള്ളത്.